ഒരു ഇടയന് കുറച്ച് ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇടയൻ കൃത്യമായി തൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ പരിപാലിക്കുന്നു. അവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവയോടൊപ്പം നടക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ആടിന് നല്ല ഇടയനായി മാറുന്നത്. തൻ്റെ കൈക്കീഴിലുള്ള ആടുകൾക്കൊരു ക്ഷീണമുണ്ടായാൽ, ആടുകൾക്ക് വിശന്നാൽ, ആടുകൾക്ക് ഒരാപത്ത് സംഭവിച്ചാൽ ഇടയൻ ഓടിയെത്തുമെന്ന് ആടുകൾക്ക് നല്ലതുപോലെ അറിയാം. ആടുകളെ ഇടയൻ ഈ വിധം പരിപാലിക്കുന്നുവെങ്കിൽ നമ്മെ പുലർത്തുന്ന ദൈവം നാം ജനിച്ച നാൾ മുതൽ ഇന്നുവരെ നമ്മെ അറിയുന്നവരാണ്. ദൈവം പൂർണ്ണനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളും പൂർണ്ണതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ നേരിടുന്ന ഓരോ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കുവാൻ ഒരാൾ കൂടെയുണ്ട് എന്ന തോന്നൽ നമ്മെ മുൻപോട്ട് പോകുവാൻ കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത്. ആരുമില്ല എന്ന തോന്നലിൽ നാം ഒരു ശൂന്യതയാണ് അനുഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഉയരാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുമ്പോഴും കൈപിടിച്ചുയർത്തുവാൻ ഒരാൾ ഉണ്ട് എന്ന ധൈര്യം നമ്മെ മുൻപോട്ടോടുവാൻ പ്രേരിപ്പിക്കുന്നു. ദൈവം ജീവിതത്തിൽ സമൃദ്ധി തരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അത് സത്യമായ കാര്യമാണ്. എന്നാൽ ഭൗതികതയിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഭൗതിക നന്മകൾ നമ്മെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം പറയും പോലെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഭൗതികതയേക്കാൾ ആത്മീകതയ്ക്കാണ് നാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. 119 സങ്കീർത്തനം 50 വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ദൈവമക്കൾക്ക് കഷ്ടതയും ഞെരുക്കവുമുണ്ട്. എന്നാൽ ദൈവിക സമൃദ്ധി തൃപ്തിപ്പെടാതെ ഭൗതിക സമൃദ്ധി അതിനുവേണ്ടി മാത്രം നാം ഓടുമ്പോൾ നാം അറിയാതെ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ യോസേപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവിക ദർശനം കണ്ടതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നു. അതെല്ലാം സഹിച്ചു മുൻപോട്ട് പോകുമ്പോൾ പുലർത്തുന്ന ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം യോസേപ്പിനുണ്ടായിരുന്നു. ആ ബോധ്യത്തിന് പൊട്ടക്കിണറിൽ കിടക്കുമ്പോഴോ, കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടപ്പോഴോ, പൊത്തിഫറിന്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോഴോ, കാരാഗൃഹത്തിൽ തളയ്ക്കപ്പെട്ടപ്പോഴോ, മിസ്രൈമിലെ മന്ത്രിയായി ഉയർത്തപ്പെട്ടപ്പോഴോ മാറ്റം വന്നില്ല. തനിക്ക് ദർശനം നൽകിയ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവം തന്നെ പുലർത്തും എന്ന ഉറപ്പോടുകൂടെ മുന്നേറുകയാണ് ആ ക്രിസ്തു ഭക്തൻ ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഇന്നുവരെ പുലർത്തിയ ദൈവം അന്ത്യം വരെയും നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഏതെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായാലും ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക.